ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വില്ലേജീനിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു കുഞ്ഞി LED ലൈറ്റ് സെറ്റപ്പ് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാൻ പോകണം. ഓക്കെ ഗൈസ്, അതായത് നമുക്ക് ഇതൊരു ബേസിക് വർക്ക് മാത്രമാണ്. നിങ്ങൾ ഇത് ഡെവലപ്പ് ചെയ്ത് പഠിച്ച് വരണം. ഓക്കെ, അപ്പം അതാണ് സംഭവം. ഞാനിത് പണ്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾ പഠിച്ച് ചെയ്യുക. ഓക്കെ, അതായത് നിങ്ങൾക്ക് കാണുന്ന പോലെ വലിയ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി തരാനാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ നമ്മൾ പുതിയൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് ഹെവി വർക്കാണ്, എമൗണ്ടൊക്കെ കുറച്ച് ചിലവെന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സാധനം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. വൈകാതെ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സാധനങ്ങളും സാഹചര്യങ്ങളും എല്ലാം ലഭ്യമായാലും സാഹചര്യങ്ങളൊക്കെ ഓക്കെ ആയാലും നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ അടുത്ത് തന്നെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ പോസ്റ്റ് വഴി നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഗസ് ചെയ്ത് എടുക്കുക. ഓക്കെ ഗൈസ്, വണ്ടി തന്നെയാണ്, അത്ര നിങ്ങൾ അറിഞ്ഞാൽ മതി. അതെന്താണെന്നൊക്കെ നിങ്ങൾ തന്നെ മനസ്സിലാക്കി എടുക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടേക്കാം. ജസ്റ്റ് ചെക്ക് ഇട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ നേരെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടതായി ഇതുപോലത്തെ ഒരു വയറ്, പിന്നെ ഒരു മീറ്ററിൻ്റെ മൾട്ടി കളർ LED സിഗ്നൽ എടുക്കാം. പിന്നെ അതൊരു LED ഡ്രൈവർ സർക്യൂട്ടാണ്, അതിന് ചോക്ക് എന്നൊക്കെ പറയാം കേട്ടോ. പിന്നെ ഒരു ടെസ്റ്റർ വേണം, കാരണം നമ്മൾ ലൈവ് ഇലക്ട്രിസിറ്റിയിൽ കളിക്കുന്നതാണ്. അപ്പോൾ അത് ഒക്കെ എടുത്ത് വെക്കുക, സേഫ്റ്റി നോക്കുക. ഇത് ഒരു LED ഡ്രൈവർ പാനലാണ്. ഇതിന് ഏകദേശം വില വരുന്നത് 150, 200, 240 ആ ഒരു റേഞ്ചിലാണ്. അപ്പം നിങ്ങൾക്ക് ചെറിയ പൈസക്കൊക്കെ കിട്ടും. ഈ ഒരു LED ഡ്രൈവർ പാനൽ ചെയ്തതെന്ന് വെച്ചാൽ 240 വോൾട്ട് AC, 12 വോൾട്ട് DC ആക്കും. 6 ആമ്പിയർ വരുന്നുണ്ട്. ഈ ഒരു കോഡ് വരെ നമുക്ക് ആ ഒരു പാനലെ കണക്ട് ചെയ്യാനാണ്. അപ്പോൾ ചെയ്യേണ്ടത്, ഈ ഒരു പാനലിൽ 2 അടയാളങ്ങൾ ഇട്ടിട്ടുണ്ടാവും. ഒരു റെഡ് കളറും ഒരു ഗ്രീൻ കളറും അടയാളം ഇട്ടിട്ടുണ്ടാവും. ആ റെഡ് കളർ മീൻസ് ഹൈ വോൾട്ടേജ് എന്നാണ് അതിന് സിംബലൈസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു 240 വോൾട്ട് അല്ലെങ്കിൽ 220 വോൾട്ട് AC കണക്ട് ചെയ്യേണ്ടതാണ്. കണ്ടോ, ഈ ഒരു പോർഷൻ ഞാൻ കാണിച്ചു തരുന്നുണ്ടോ, അവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് 5 മീറ്ററിൻ്റെ LED ഇതിൽ വർക്ക് ചെയ്യിക്കാം. 5 വോൾട്ടിന് 2 ആമ്പിയർ. പിന്നെ പ്ലസ് മൈനസ് പോർഷൻസ് നോക്കിയിട്ട് പ്ലസ് ആണെങ്കിൽ റെഡ് വയറും, മൈനസ് ആണെങ്കിൽ ബ്ലാക്ക് വയറും നിങ്ങൾ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. അത്രേ ഉള്ളൂ. ഇനി റെഡ് കളറ് സ്ക്രൂപ്പിന് കൊടുത്തേക്കുന്ന ഭാഗത്ത് നമ്മൾ ഹൈ വോൾട്ടേജ് ഇൻപുട്ട് ചെയ്യാനുള്ള വയർ കണക്ട് ചെയ്യണം. ഞാനിപ്പോൾ ചെറിയൊരു നേരത്തെ വയറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. നിങ്ങൾ എടുക്കുമ്പോൾ നല്ല ഗേജ് കൂടിയ നല്ല ക്വാളിറ്റി കൂടിയ വയർ മാത്രം എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലത്തെ സ്ക്രൂ ലൂസാക്കിയ ശേഷം ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഗ്രീൻ കളർ ടെർമിനൽ കൊടുത്ത സ്ഥലത്ത് നമുക്ക് നമ്മുടെ ഈ LED സ്ട്രിപ്പ് കണക്ട് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പലരുടെയും മൊഡ്യൂൾ അടിച്ചു പോകാനുള്ള കാരണം ഫസ്റ്റ് തന്നെ ഈ ടെർമിനൽ തിരിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ LED ഡാമേജ് ആയിപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്ലസ് എന്നെഴുതിയ സ്ഥലത്ത് റെഡ് കളറും മൈനസ് എന്നെഴുതിയ സിമ്പിൾ കാണിക്കുന്നിടത്ത് ബ്ലാക്ക് വയറും പ്രോപ്പറായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം. അപ്പോൾ അതാ ഞാനിവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ലൈവ് വയറായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതൊരു ഫോട്ടോയിൽ ചുറ്റി വെക്കാനാണ് പ്ലാൻ. എനിക്കൊരു വീടിൻ്റെ മുമ്പിൽ തൂക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അച്ഛന്മാരേത് അങ്ങനെ നമ്മളിതാ LED ഫോട്ടോയുടെ ചുറ്റിലും ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ രൂപക്കൂടൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, ഓരോ രൂപങ്ങൾക്ക് LED കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ വെറുതെ നിങ്ങൾ പൈസ കളയേണ്ട കാര്യമില്ല. അത് ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ കണക്ഷനാണ്. ഏത് ഫോട്ടോയ്ക്ക് നിങ്ങൾക്ക് ലൈറ്റ് ചെയ്യാം. ഈവൻ ഏത് മാത്രം വിശ്വസിക്കുന്നു എന്നുള്ളതല്ലല്ലോ, നമ്മൾ ഒരു പവറിൽ അതിലോട്ടൊന്നും പോകണ്ട നിങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെ കണക്ട് ചെയ്യുന്നു, നല്ല വൃത്തിക്ക് തന്നെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഈ ഒരു 3 കണക്ഷൻ മാത്രമേ ഉള്ളൂ ഇതിന്. 2 വയറിൻ്റെ കണക്ഷനും ഒരു ഒട്ടിക്കലും, അത്രേ ഉള്ളൂ. നമ്മുടെ LED സ്ട്രിപ്പിൻ്റെ കണക്ഷൻ ചെയ്യുന്ന ആ വർക്ക് കഴിഞ്ഞു. അങ്ങനെ നമ്മളിതൊന്ന് ഓണാക്കി നോക്കുകയാണ്. കണ്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ? ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് വീട്ടിൽ ഇതുപോലെ ചെയ്തെടുക്കാം. കാരണം ഇതിന് ഷോക്കൊന്നും അടിക്കില്ല. 12 വോൾട്ടും 2 ആമ്പിയർ കറണ്ടും മാത്രം എടുക്കുന്നുള്ളൂ, ഔട്ട്പുട്ട് തരുന്നുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചീപ്പായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം. അത് മാത്രമല്ല പ്രൈസ് വളരെ കുറവാണ്, നിങ്ങൾക്ക് റിലയബിൾ ആണ്. ഏതൊരാൾക്കും, ഏതൊരു ചെറിയ കൊച്ചിന് പോലും കണക്ഷൻ മനസ്സിലാക്കി സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വലിയൊരു സിസ്റ്റം ഞാൻ എൻ്റെ റൂമിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് മാത്രമല്ല അത് 240 വോൾട്ട്സ് AC മ്യൂസിക് റിയാക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടേക്കാം കേട്ടോ. There was nothing more to life. I thought about it, wrote a couple songs about it. Just for a moment there I lost myself. Mind if I be real for a minute? It's almost like everything I feel had a limit. It now got
my best. Finding reasons to smile and to laugh, and whenever it's a bad day, music is my band-aid. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു. ഞാൻ പറഞ്ഞില്ല, വളരെ സിമ്പിളാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു LED സെറ്റപ്പ് വീട്ടിൽ തന്നെ ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ റൂമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. ഞാനിത് ഏകദേശം ഒരാഴ്ച കൊണ്ട് പഠിച്ചെടുത്തൊരു സെറ്റപ്പാണ്. നമുക്ക് ഒരു കണക്ഷൻ കിട്ടിയാൽ പിന്നെ നമ്മൾ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ മനുഷ്യൻ്റെ നേച്ചർ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് പൈസ കളയുന്നതിനേക്കാൾ നല്ലത് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തം പഠിച്ചു വെക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. പിന്നെ എന്താ പറയാനുള്ളത്, ഇതുവരെ വില്ലേജീനിയസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായം നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തുടർന്ന് ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ വില്ലേജീനിയസ് സൈനിങ് ഔട്ട്.